ശരിക്കും എക്സൈറ്റഡ് ആണ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ നിങ്ങളെ കാണിക്കാൻ. ഹായ് ഗായ്സ്, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ടൂറിസം മേളക്ക് പോണതാ. ദിയ ഉണ്ട്. സോ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്യാനാണ് ശരിക്കും വെയിറ്റിങ്. ശരിക്കും എക്സൈറ്റഡ് ആണ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ നിങ്ങളെ കാണിക്കാൻ. കുറച്ച് സുന്ദരിയായിട്ട് നിൽക്കാൻ ബോയ് ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ്, എൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. എടുക്കും. എൻ്റെ ബോയ് ഫ്രണ്ടിന് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇവളോട് എന്തോ ഒരു ഇതുണ്ട്. എന്തോ സെറ്റപ്പാ ഇല്ലേ. എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഇവളാണ് കുറച്ച്. ഞങ്ങൾ പോയപ്പോ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുണ്ടായില്ല. ഞങ്ങൾ കുതിരനെയൊക്കെ കണ്ട. അലക്സിനെ കണ്ട്. ഈ കുതിരന്റെ പേര് അലക്സ് എന്നാണ്. ഞങ്ങൾ കുതിര കയറാനൊക്കെ പ്ലാൻ ഇട്ട് ഫസ്റ്റ് ദിയ കയറിക്കാനും ഞങ്ങൾ എന്തായാലും കയറാന്ന് പറഞ്ഞു. പക്ഷെ ദിയ കയറിയതും ഞങ്ങൾക്ക് തൃപ്തിയായി. ദിയ കയറിയിട്ട് ഞങ്ങൾക്ക് ചുറ്റുന്നു. അപ്പൊ ഞങ്ങൾ കയറിയിട്ടുള്ള കാര്യം ആലോചിച്ചിട്ട് ഞങ്ങൾ കയറിയില്ല, കാരണം അത്രക്ക് ഫണ്ണായിരുന്നു. സൂപ്പർ ആയില്ല. നമ്മള് കോളിഫ്ലവർ കഴിക്കാൻ മതി. അതിനുശേഷം നമുക്കിനി റെഡി കയറില്ല. കോളിഫ്ലവർ കഴിക്കാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നലത്തെ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. നമ്മള് സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കണേണിപ്പ. കോളിഫ്ലവർ കഴിച്ചുണ്ട്. ഇവിടെ നിന്ന് ഫാൽക്കൺ ബീച്ചിലേക്ക് നടക്കണമെങ്കിൽ നല്ല രസമില്ലേ? ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇവിടെ നിന്ന് എന്തായാലും നൈറ്റ് കാമത്തിലും റൈഡിൽ കയറാം. അപ്പൊ ഞങ്ങൾക്ക് അത്രയും ദൂരം പോകാനുണ്ട് ഫാൽക്കൺ ബീച്ചിലേക്ക്. അവിടെ നിന്ന് പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വന്നോന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് മടിയാ. എന്തായാലും പോവാന്ന് വിചാരിച്ചു. ഞാൻ ഫോണിൽ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഞാൻ നോക്കിയപ്പോ എന്റെ കാലിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ഉൾമാര്. നമ്മള് ഓടാൻ പോണേന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാൻ ഓട്ടത്തിൽ ഭയങ്കരയാണെന്ന്. പക്ഷെ അമീനെ ഓട്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് ചിരിയായിരുന്നു. കാരണം അമീനെ കിടിലനായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ ആള് വീണ അതും ഫണ്ണായിട്ടുണ്ട്. ഇവള് കാണുന്നവരല്ല, ഇവള് പടക്കുതിര. ചെരുപ്പിട്ടിട്ട് മര്യാദക്ക് ഓടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെരുപ്പ് ഒളിപ്പിച്ച് വെക്കാന്ന് പറഞ്ഞ് ആ പലക കഷ്ണത്തിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഇലകൾ വെച്ച് ഞങ്ങൾ മൂടാന്ന് വിചാരിച്ച്. ബുദ്ധി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നത് റൈഡ്സി കയറാനാണ്. നമ്മൾ റൈഡിൽ കയറാൻ വേണ്ടി അമീന ഒറ്റക്കാണ് അതിൽ കയറുന്നത്. ഒരു റൈഡിൽ 2 പേര് വെച്ച് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് വെച്ച് 3 പേര് വെച്ച് കയറി കിട്ടുമെന്ന് പക്ഷെ അവർ സമ്മതിച്ചില്ല. പിന്നെ അമീന പറഞ്ഞ് ഞാൻ ഒറ്റക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കയറി. പിന്നെ സംഭവിച്ചത് നിങ്ങൾ കണ്ടുനോക്കും. എക്സൈറ്റഡ് ആണെന്ന് തന്നെ പറയാം. ഇതിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. ഈ ഒരു റൈഡ് നല്ല കിടിലൻ സ്പീഡിലാണ് പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജയിന്റ് വീലിൽ കയറാൻ. സാധാരണ ജയിന്റ് വീലിൽ 3 പേരൊക്കെ വെച്ച് കയറാൻ ഞങ്ങൾ കണ്ടായിരുന്നു. നമ്മളെ 2 പേര് വെച്ച് കയറ്റിയോളൂ. ഇതിൽ നേരത്തേലും അതെ. ഇതിൽ ബാക്കിയുള്ളവരൊക്കെ 3 പേര് വെച്ച് നമ്മളെ കയറ്റിയില്ല. പാവ മീൻ അവളെ അപ്പോഴും ഒറ്റക്കാക്കി. എൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായി എൻ്റെ പാവം ബോയ് ഫ്രണ്ട്. അതിനുശേഷം ഈ റൈഡ് വലിയ ഇഷ്ടമായൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടിയെന്നൊരു സംശയം. ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോസ്റ്റ് വെയിറ്റിംഗ് ചെയ്ത ഒരു റൈഡാണ് ഈ കാണുന്നത്. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ റൈഡ് ഞങ്ങൾ വിചാരിച്ചാലും കിടിലൻ സംഭവമായിരുന്നു. ഞങ്ങൾ ഏറ്റവും ടോപ്പിലിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കിടിലനായിട്ട് ഞങ്ങളാ പേടിച്ചത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ ദിയയുടെ ഒപ്പം വിട്ടായിരുന്നു. എനിക്ക് ട്രസ്റ്റ് ഉണ്ട് എൻ്റെ ബോയ് ഫ്രണ്ടിന്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ട് പറയണം. ആൻഡ് ഇത് എൻ്റെ 2025 ലാസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. സോ അടുത്ത വർഷം കാണാം.